Okay, dear students, നമ്മളിന്ന് ഡേ 3 ഓഫ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ലാസ്റ്റ് 2 days ആയിട്ട് പറ്റാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പറ്റാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് പറ്റുന്ന പോലെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഈ ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നുണ്ടാകാം, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നുണ്ടാകാം. ആൻഡ് ആവുന്നത്ര നോളജ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ പറഞ്ഞു തരാം. ആൻഡ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അഗെയിൻ കുറച്ച് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ഓവറോളായിട്ട് നിങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ആ ഒരു എന്തൊക്കെയാണ് നമ്മളൊരു സ്ട്രാറ്റജി നെക്സ്റ്റ് വരുന്ന ഒരു 10 ദിവസം 11 ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ വെൽക്കമിങ് യു ഓൾ ടു ദ ഫൈനൽ സെഷൻ വൺസ് മോർ ഓൺ ദ ഡേ 3 ഓഫ് AA. ആൻഡ് സ്പെസിഫിക്കലി നിങ്ങൾ ആ പ്രീമോക്ക് ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഐ ഫീൽ യു ആർ ഓൺ ട്രാക്ക്. സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ക്ലാരിറ്റി ഇഷ്യൂസ് റിഗാർഡിങ് എനി ഏരിയ ഫീൽ ഫ്രീ ടു കണക്ട് അസ്. വിൽ ബി ഹെൽപ്പിംഗ് യു സോർട്ടിങ് ഇറ്റ് ഔട്ട്. ഫൈൻ. സോ ഇന്നത്തെ സെഷനിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറഞ്ഞിട്ടാണ്. ആൻഡ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ അത്യാവശ്യം പേർക്ക് അറിയാമായിരിക്കും, ബട്ട് സ്റ്റിൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റ്സും പറഞ്ഞുതരാം. അതുപോലെ അതിൻ്റെ അകത്ത് ബ്രേക്കപ്പ് ബേസിസ് എന്ന് പറയുന്നൊരു ഏരിയ വരുന്നുണ്ട്. ചില കുട്ടികൾ പ്രശ്നം പറയാറുണ്ട്, ആ ഏരിയയും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. സോ അതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതൊരു സ്റ്റുഡൻറ്റിന് ഞാൻ ഡൗട്ടായിട്ട് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇന്നത്തെ സെഷനിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ എന്ന്. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. സോ ഗോയിങ് കൺസേണിൽ സോ കമ്മിങ് ടു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഫോർസിയബിൾ ഫ്യൂച്ചറിൻ്റെ അകത്ത് നമ്മൾ കമ്പനി നിലനിൽക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് ഫോർസിയബിൾ ഒരു നിയർ ബൈ ഫ്യൂച്ചറിൽ കമ്പനിക്ക് ക്ലോസ് ചെയ്യാനൊന്നൊരു പ്ലാൻ ഇല്ല എന്നൊക്കെ പറയുന്നതാണ് ഗോയിങ് കൺസേൺ. അല്ലെങ്കിൽ ഗോയിങ് കൺസേണിലൂടെയാണ് കമ്പനി പോകുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ കമ്പനിക്ക് ഉടനടി തന്നെ ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും ഉദ്ദേശമില്ല, അല്ലെങ്കിൽ ഉടനടി തന്നെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് ഗോയിങ് കൺസേൺ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഫോർസിയബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. സോ ഫോർസിയബിൾ ഫ്യൂച്ചറിൽ കമ്പനി നിലനിൽക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ആൻഡ് ഗോയിങ് കൺസേണിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ബേസിസിലാണോ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതൊക്കെയാണ് മേജറായിട്ട് ഡിസ്കസ് ചെയ്ത് തരാനുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ചാറ്റ് റൈറ്റ് നൗ, or you can put as a comment. I would reply to that. Fine. അപ്പോൾ ഗോയിങ് കൺസേണിൽ ഒരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ അവർ പറയുന്നത് വെച്ചാൽ എൻറ്റിറ്റീനെ ഒരു കണ്ടിന്യൂയിങ് ബിസിനസ് ആയിട്ടാണ് കാണുന്നത് ഫോർസിയബിൾ ഫ്യൂച്ചറിൻ്റെ അകത്ത്. ആൻഡ് വൺ സെക്കൻഡ്, ഇതിൽ ചെറിയൊരു എന്താ പറയുക, സ്ലൈഡിൻ്റെ ഒരു റെസൊല്യൂഷനിലൊരു പ്രോബ്ലം കാണുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഗിവ് മീ ലൈക്ക് 1 minute or something. I'll just ask my technical person. ഇങ്ങോട്ട് വരിക, ഒരു റിസൊല്യൂഷൻ ഉണ്ട്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ സ്ലൈഡിൻ്റെ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ഫുള്ള് വന്നിട്ടില്ല, അപ്പോൾ അതൊന്ന് ശരിയാക്കി തരാം കേട്ടോ. ജസ്റ്റ് ഗിവ് മീ സം ഫ്യൂ മിനിറ്റ്സ്, ഐ വിൽ ക്ലിയർ ഇറ്റ് സൂൺ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുമ്പോൾ അതിലും ലാസ്റ്റ് പോർഷൻ വരാത്തായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ശരിയാക്കി തരാം, ജസ്റ്റ് ഒരു മാറ്റർ ഓഫ് 30 seconds. വിൽ ഗെറ്റ് ബാക്ക്. ഓക്കെ, സ്റ്റോപ്പ്. ഗോ ലൈവ് കൊടുക്കണോ? ഓക്കെ, അപ്പോൾ ശരിയായില്ലേ? ഒന്ന് ശരിയാക്കിയതാട്ടോ, കാണുമ്പോൾ നിങ്ങൾ വൃത്തി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്, വേറെ ഒന്നുമില്ല. ഫൈൻ. ഓക്കെ, അപ്പോൾ അതിൽ ISA 570 ഗോയിങ് കൺസേണിൻ്റെ അകത്ത് entity is viewed as a continuing business for foreseeable future. Assume that entity will realize assets and discharge liability. It is one of the fundamental accounting assumption. അപ്പോൾ ഈ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് അസംഷൻ ആണ്. ആൻഡ് എൻറ്റിറ്റി അവർക്ക് ലഭിക്കാനുള്ള അസറ്റ്സൊക്കെ അവർക്ക് എടുക്കാൻ പറ്റുമെന്നും അവർക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നും പറയുന്നതാണ് അസംഷൻ. ആൻഡ് അങ്ങനെ ഉണ്ടാകുമ്പോൾ കമ്പനി ഫോർസിയബിൾ ഫ്യൂച്ചറിൽ തന്നെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നും, അപ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ലാതെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്ന ഒരു അസംഷൻ. ഓക്കെ ആണോ? ആൻഡ് സോ ദാറ്റ് ഈസ് നോൺ ആസ് ഗോയിങ് കൺസേൺ. ഫൈൻ. സോ അപ്പോൾ ഇവിടെ എന്താണ് ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അല്ലെ നോക്കുന്നത്. സോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒപ്റ്റെയിൻ ചെയ്യലാണ്. എന്തിനെ പറ്റിയിട്ട്? അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ. അതായത് മാനേജ്മെൻറ്റ് ഒരിക്കലും ഞങ്ങളിപ്പം ഗോയിങ് കൺസേൺ അല്ല, ഞങ്ങളിപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവുകയാണ് എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. കമ്പനി എപ്പോഴും ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർ ഞങ്ങൾക്ക് ഗോയിങ് കൺസേണിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇവിടെ നിലനിൽക്കും എന്നുള്ള ഒരു പോയിന്റ് തന്നെയായിരിക്കും അവരുണ്ടാവുക. അല്ലെങ്കിൽ അവർ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും വി വിൽ സോർട്ട് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർ പറയുന്ന ആ ഒരു കാര്യം അപ്രോപ്രിയേറ്റ് ആണോ, അല്ലെങ്കിൽ അവർ ശരിക്കും നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പറയുന്ന ഈ ഒരു ഗോയിങ് കൺസേൺ ആണ് എന്ന് അവർ പറയുന്ന കാര്യം എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു കാര്യം പ്രോപ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ ഓഡിറ്റർ ഷുഡ് കൺസിഡർ എനി മെറ്റീരിയൽ അൺസർട്ടനിറ്റി അബൌട്ട് എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂ ആസ് ഗോയിങ് കൺസേൺ. അപ്പോൾ ഓഡിറ്റർ മറ്റൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി ഉണ്ടോ, അതായത് കമ്പനി ഗോയിങ് കൺസേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഭീകരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആര് നോക്കണം? ഓഡിറ്റർ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ അത് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കമൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ഓഡിറ്റർ സംബന്ധിച്ചോടെയുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണോ? മൂവിങ് ഓൺ. പിന്നെ ഈ ഒരു സെഗ്മെൻ്റകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാകാം, ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, നോ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഓൺ ഡ്യൂ ഡേറ്റ്. അപ്പം ക്രെഡിറ്റേഴ്സിനൊന്നും നമ്മൾ ഡ്യൂ ഡേറ്റിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാഷ് ലോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ലോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് നമ്മളിതിനെ വിളിക്കുക. അതുപോലെ ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മേജറായിട്ടുള്ളൊരു മാർക്കറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേജറായിട്ടുള്ളൊരു സപ്ലയർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കീ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു, അയാൾക്ക് പകരം നമ്മളൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേഷൻ എന്താണെന്ന് പറയുന്നത്. അതുപോലെ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റുറി ആയിട്ടുള്ള റിക്വയർമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, ഇതുപോലെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് അതിൽ ഏത് ഇൻഡിക്കേഷനാണ് എന്ന് കണ്ടുപിടിക്കാൻ വരുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുത്തെ ഗോയിങ് കൺസേൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് കൺസേണിനെ അങ്ങോട്ട് ബാധിച്ചു, ഗോയിങ് കൺസേൺ പോയി എന്നല്ല, ഇതൊക്കെ സൂചനകളാണ് ഗോയിങ് കൺസേണിനെ മോശമായി ബാധിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഇങ്ങനെ ഗോയിങ് കൺസേണിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ
ആസ് ആൻ ഓഡിറ്റർ ഞാൻ കാണുകയാണെങ്കിൽ സേ ഐ ഷുഡ് ഇൻക്ലൂഡ് ഇൻ മൈ റിപ്പോർട്ട് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻഡിക്കേഷൻ ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട റിപ്പോർട്ടിലാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് ആണ്, അവർ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ഇനി അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് പൊസിഷനിലിരിക്കുന്ന ആളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ്. സോ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് കണ്ടാൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ, ബ്രേക്കപ്പ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ബേസിസ് എന്ന് പറയുമ്പോൾ അസറ്റ് വാല്യൂസ് ഷുഡ് ബി സ്റ്റേറ്റഡ് അറ്റ് റിയലൈസിബിൾ വാല്യൂ. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അസറ്റിന് നിങ്ങൾ മേടിച്ചത് ഒരു എമൗണ്ടിനായിരിക്കാം, വലിയൊരു എമൗണ്ടിനായിരിക്കാം. സേ നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ടെന്ന് വിചാരിച്ചോ, കാർ നിങ്ങൾ 40 lakh rupees മേടിച്ചു. പക്ഷേ അത് ഇന്ന് 20 lakh rupees അതിന് കിട്ടുള്ളൂ എങ്കിൽ നിങ്ങളത് 40 lakh ആണെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ഈവൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷവും ഒരു എമൗണ്ടിനേക്ക് ബിലോ ആക്കിയിട്ട് പോയി. ഉദാഹരണത്തിന് ഇപ്പം ക്ലോസ് ഡൗൺ ചെയ്ത ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കാറാണ്, സപ്പോസ് ഫോർഡിൻ്റെ ആകാം, അല്ലെങ്കിൽ ഷെവർലേൻ്റെ ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു കാറാണ്. ചിലപ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ടിനേക്കാളും കുറവൊരു എമൗണ്ട് നിങ്ങൾ ചിലപ്പോൾ വിൽക്കേണ്ടി വരാം. അതായത് സർവീസ് ലഭിക്കില്ലേ എന്നൊരു സംശയത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഇത് പാർട്സ് ആറ്റം കിട്ടാൻ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അവർ ചിലപ്പം വില കുറച്ചേക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി എത്രയാണ് അതിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അസറ്റിനെ ആ ഒരു റിയലൈസിബിൾ വാല്യൂവിൽ കാണണം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി, നോൺ കറണ്ട് അസറ്റ് വിൽ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് അസറ്റ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റിനെ നമ്മൾ എന്തായിട്ട് ഇനി കണക്കാക്കൂല, ലൈക്ക് ഫിക്സഡ് അസറ്റായിട്ടോ നോൺ കറണ്ട് അസറ്റായിട്ടോ കണക്കാക്കൂല. പകരം എന്ത് അസറ്റായിട്ട് കണക്കാക്കണം, കറണ്ട് അസറ്റായിട്ട് കണക്കാക്കണം. ഇനി നോൺ കറണ്ട് ലയബിലിറ്റി വിൽ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീനെ അഗെയിൻ നമ്മളതൊരു ലോങ് ടേം ലയബിലിറ്റി ആയിട്ടോ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടോ ഇനി കാണാൻ പറ്റത്തില്ല, നമ്മൾ എന്തായിട്ട് കണക്കാക്കണം, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണണം. And fourth, if going concern basis is not appropriate, FS should be prepared using breakup basis. അതാണ് ഈ ബ്രേക്കപ്പ് ബേസിസ്. അപ്പോൾ ISA 570 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പോയിന്റ്സിലും നിങ്ങൾക്ക് ബ്രേക്കപ്പ് ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ എന്താ ബ്രേക്കപ്പ് ബേസിസ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് ബ്രേക്കപ്പ് ബേസിസ്. അതായത് അസറ്റിനെ നമ്മൾ ഏറ്റവും റിയലൈസിബിൾ ആയിട്ടുള്ള വാല്യൂവിൽ മാത്രം കാണിക്കുക, അല്ലാതെ നമ്മുടെ പർച്ചേസ് കോസ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് അതിൽ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ടിലൊന്നും കാണിക്കാതെ എത്രയാണോ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുക ആ എമൗണ്ട് കാണിക്കുക. അതുപോലെ നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റിനെ കറണ്ട് അസറ്റായിട്ടും നോൺ കറണ്ട് ലയബിലിറ്റീനെ കറണ്ട് ലയബിലിറ്റി ആയിട്ടും കാണിക്കുക. ആൻഡ് ഗോയിങ് കൺസേൺ ബേസിസ് അപ്രോപ്രിയേറ്റ് അല്ല എന്നാണ് നമ്മളുടെ കൺക്ലൂഷൻ എങ്കിൽ പിന്നെ നമ്മൾ എന്തിലേക്ക് ഇടണം, ബ്രേക്കപ്പ് ബേസിസിൽ വേണം ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ. ഇതാണ് ബ്രേക്കപ്പ് ബേസിസ്. അഗൈൻ ബ്രേക്കപ്പ് ബേസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് നോട്ടോ നോളജ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് എനിക്ക് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടന്റ് ഇവിടെ എടുത്തത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആ ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റും അതിലുള്ള ഇൻഡിക്കേറ്റേഴ്സും എന്താണ് ഗോയിങ് കൺസേൺ എന്നും മനസ്സിലായി വിചാരിക്കുകയാണ്. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഗോയിങ് കൺസേൺ ബേസിസ്. ഓൾ ഗുഡ്? ഓക്കെ, ഫൈൻ. സോ okay, so we'll be okay, after this let me show you an area. Okay, we'll do one more topic, similar topic. Okay, so we have just discussed what is going concern. So let me tell you what is materiality. So ISA 320 materiality is defined as information is material if its omission could distort decision of users of finance statements. Similarly, materiality is the judgment of the auditor. Materiality vary from company to company, size or risk inside the financial statement. So നമ്മൾ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മളുടെ ഡിസിഷനെ ബാധിക്കും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഫ്രോഡ് നടന്നാൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ചെറിയ ഒരു എമൗണ്ടിനൊക്കെ ആണെങ്കിൽ നമ്മളത് വലിയ വിഷയമാക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അത് ഏറ്റവും ഹയർ അതോറിറ്റീനെ ഇൻഫോം ചെയ്യേണ്ട സിറ്റുവേഷനോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത് ഒരു വലിയൊരു പ്രശ്നമല്ല എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഒരു വൺസ് ഇൻ വൈൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്
അത് സോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വലിയൊരു ഇഷ്യൂ ആക്കാതെ അതിനെ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂ ആണ്, നമുക്കത് റിപ്പോർട്ട് ചെയ്താൽ മാത്രം തീരാവുന്നൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളതിനെ മെറ്റീരിയലായിട്ട് കണക്കാക്കില്ല. അതേസമയം ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷനിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കൺസൈൻമെൻറ്റിൽ വലിയൊരു ഐറ്റം മിസ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളതിനെ മെറ്റീരിയലാണ് എന്ന് പറയും. ആൻഡ് മെറ്റീരിയലായ ഒരു കാര്യമാണെങ്കിൽ നമ്മളുടെ ഡിസിഷൻ തന്നെ അത് മാറിയേക്കാം, നമ്മളൊരു അർജൻറ്റ് മീറ്റിങ്ങിലേക്ക് പോയേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓഡിറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ 5 കോടി രൂപേൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്കൊരു 2 രൂപയുടെ ചോക്ലേറ്റ് മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ അല്ല. അതേ സമയത്തൊരു കടക്കാരൻ്റെ ജാറിൽ ആകെ 5 ചോക്ലേറ്റ്സേ ഉള്ളൂ, അതിൽ 3 മിസ്സായിപ്പോയി, അപ്പോൾ അത് മെറ്റീരിയലാണ്. അപ്പോൾ ഈ 2 3 എന്നുള്ളതല്ല, എവിടെയാണ് സംഭവിക്കുന്നത്, അവിടെ എത്ര സംഭവിച്ചു എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. അതുകൂടാതെ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെറ്റീരിയാലിറ്റി പോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെറ്റീരിയാലിറ്റി ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ ഒരു കമ്പനി ലൈക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി ലൈക്ക് റിലയൻസ് പോലുള്ള കമ്പനിയോ ടാറ്റ പോലുള്ള കമ്പനിയോ അവർ ചെറിയൊരു ഫൈൻ അടച്ചാൽ പോലും അതായത് അത് അവർ അടച്ചു എന്നുള്ളതൊന്നല്ല പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. സപ്പോസ് വലിയൊരു ബിസിനസ് ചെയ്യുന്നൊരു കമ്പനി, സപ്പോസ് 10,000 അല്ലെ 25,000 crore ടേൺ ഓവറുള്ളൊരു കമ്പനി സേ ഒരു 5,000 rupees അല്ലെ 1,000 rupeesൻ്റെ ഫൈൻ അടച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ 1,000 എന്ന് പറയുന്നത് അവരുടെ മൊത്തം ടേൺ ഓവറിൻ്റെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമാണെങ്കിലും അവർ ചെയ്തിരിക്കുന്നത് അൺലോഫുള്ളായ ഒരു ആക്ടിവിറ്റി ചെയ്തതിൻ്റെ പേരിലാണ് അവർക്ക് ഈ ഒരു ഫൈന് അടക്കേണ്ടി വന്നതെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ഇട്ടുകൊണ്ട് അത് മെറ്റീരിയലാണ് എന്ന് നമ്മൾ കണക്കാക്കും. അപ്പം മെറ്റീരിയാലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എമൗണ്ട് ബേസ് ചെയ്തിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് മെറ്റീരിയാലിറ്റീനെ അളക്കുന്നതെന്ന് മനസ്സിലാക്കാം. അഗെയിൻ ലൈക്ക് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ സേ ഒരു 1 lakh rupees ആണ് മെറ്റീരിയലാണ് എന്ന് പറയുന്നത് എങ്കിൽ, ഓക്കെ സപ്പോസ് ഞാൻ 1 lakh rupees മെറ്റീരിയലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ $1 lakh ആണ് ഞാൻ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒത്തിരി ഫ്രോഡ് നടക്കുകയാണ്. $10,000 $4,000 അല്ലെങ്കിൽ $20,000 ഓർ $40,000 ഒക്കെ ഫ്രോഡ് നടക്കുകയാണ്. അപ്പോൾ $1 lakh ഓർ $1 lakh ഞാനൊരു മെറ്റീരിയാലിറ്റി ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറഞ്ഞ എമൗണ്ടുകൾ, ദാറ്റ് ഈസ് കമ്പയറിങ് ടു ദ ലൈക്ക് മെറ്റീരിയാലിറ്റി എമൗണ്ട്, കുറവുള്ളൊരു എമൗണ്ട്, അതിലൊരു ഫ്രോഡോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു ഐറ്റമാണ് എന്ത്, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, $1 lakh ആണ് ഞാൻ മെറ്റീരിയൽ ആണ് എന്ന് പറയുന്ന എമൗണ്ട്. സപ്പോസ് ഈ എമൗണ്ടിലെല്ലാം ചെറിയ മിസ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ മെറ്റീരിയാലിറ്റി ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്ത എമൗണ്ടിൻ്റെ 5% ഞാൻ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ആണെന്ന് കാണുകയാണെങ്കിൽ, ഇതിൻ്റെ 5% ഇതിൽ ഏതൊക്കെ ഉണ്ട്, 60,000, 20, 10,000, 5,000, 8,000, 4,000 ഇല്ല, 10,000 ഇല്ല, 5,000 വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 60 + 20 80, 90, 95, 103, 108. So that means ഈ 5% ഓഫ് മെറ്റീരിയാലിറ്റി എമൗണ്ടിനെയും കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് എന്ന് കരുതുകയാണെങ്കിൽ, അതിൻ്റെ ടോട്ടൽ നമ്മൾ മെറ്റീരിയാലിറ്റി എമൗണ്ട് പറഞ്ഞതിനേക്കാളും മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയാം.
മെറ്റീരിയാലിറ്റി ആണ് അല്ലെ മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനേക്കാൾ കൂടുതൽ ആ എമൗണ്ടിനേക്കാൾ കൂടുതൽ ആ എമൗണ്ടിനേക്കാൾ നമ്മൾ മെറ്റീരിയലാണ് എന്ന് നമ്മൾ കണ്ടത് 1 lakh. അതിൻ്റെ ഒരു 5% എമൗണ്ട് നമ്മൾ കാണുക, ഇപ്പോൾ 5,000. സോ മെറ്റീരിയാലിറ്റി 1 lakh ആണെങ്കിൽ ഈ 1 lakhൻ്റെ മുകളിലോ 1 lakho ആണെങ്കിലാണ് ഞാനത് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ 40,000 rupeesലോ 60,000ലോ അല്ലെങ്കിൽ 8,000ലോ 5,000ലോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്യാതിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നതിൽ ഒരു 5% ആയിട്ട് കാണുകയാണെങ്കിൽ ഇത് ഈ 1 lakhൻ്റെ 5% അബോവ് 60,000, 20,000, 10,000, 5,000, 8,000, 5,000 ആ എമൗണ്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടോട്ടൽ മെറ്റീരിയാലിറ്റി എമൗണ്ടിനേക്കാളും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുകയാണെങ്കിൽ ഇതിനെ ഞാൻ മെറ്റീരിയലായിട്ട് കണക്കാക്കും. അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ചെറിയൊരു പോർഷൻ എടുക്കുന്നത് പ്രശ്നമല്ല, പക്ഷേ ചെറിയ പോർഷൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഒരാൾ എടുക്കുകയാണെങ്കിൽ അത് എന്തായി മാറും, മെറ്റീരിയലായിട്ട് മാറും. ആ ഒരു കണ്ടൻ്റാണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണോ? സോ ദാറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു മെറ്റീരിയാലിറ്റി, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി. സോ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് യു ആർ പ്ലാനിങ് ആൻ ഓഡിറ്റ് ഓഫ് ABC വിച്ച് ഈസ് എ ലിസ്റ്റഡ് കമ്പനി. ദ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2008 which is year is 10,000. Determine the overall materiality for ABC for aggregate misstatement. Determine the performance materiality for ABC for picking individual during say ഈ 10,000ൻ്റെ 5%. അപ്പോൾ നമ്മൾ എത്ര എടുക്കും? 500. സോ പെർഫോമൻസ് അപ്പോൾ ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 10,000 ആണെങ്കിൽ അതിൻ്റെ 5% നമ്മൾ മെറ്റീരിയാലിറ്റി എടുത്തത്, മെറ്റീരിയാലിറ്റി 500. അതിൻ്റെ 5% എത്രയാണ്? 25. അപ്പോൾ അപ്പോൾ സപ്പോസ് ദീസ് ആർ ദ മിസ്റ്റേറ്റ്മെൻറ്റ്സ് യു ആർ സീയിങ് മീൻസ് ഇത് നമ്മൾ എടുക്കത്തില്ല, കാരണം ഇത് നമ്മൾ കൗണ്ട് ചെയ്ത് 25-നേക്കാളും കുറവാണ്. അതേ സമയത്ത് ഇതോ 25-ഉം 28-ഉം 150-യും 50-യും നമ്മൾ എടുക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ സേ 200, 225, 253. ഇത് എന്തിനേക്കാളും കൂടുതലാണോ നമ്മൾ നോക്കണം. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മെറ്റീരിയാലിറ്റി എത്രയാണ്? 500 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടിയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഓവറോൾ എന്തല്ല, മെറ്റീരിയൽ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ലെവലിൽ നമ്മൾ മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ആ ഒരു പ്രൊവിഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട് 10,000 ആണെങ്കിൽ അതിൻ്റെ 5% ആയ 500 ആണ് ഞാൻ മെറ്റീരിയൽ എന്ന് കാണുന്നത്. അതിൻ്റെ 5% ആയ 25 ആണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ 25-ൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ട്രാൻസാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെന്ത് ചെയ്യും? എക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ഞാൻ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്തിട്ട് അത് എന്തിനേക്കാളും കൂടുതൽ ഉണ്ടാകണം? മെറ്റീരിയാലിറ്റി എമൗണ്ട് ആയ 500-നേക്കാൾ കൂടുതൽ ഉണ്ടാവണം. കൂടുതലില്ല, അപ്പോൾ നമ്മൾ പിന്നെ അത് എന്തായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല, മെറ്റീരിയൽ നടക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഈ ടോട്ടൽ വന്നിട്ട് ഇത് 550 ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനെ ടോട്ടൽ എന്തായിട്ട് കണക്കാക്കും? മെറ്റീരിയലായിട്ട് കണക്കാക്കും. സോ ഒരു സ്മോൾ എമൗണ്ട് പോലും നമ്മളുടെ പെർവ്യൂവിൽ നിന്ന് മിസ്സായി പോകരുത് എന്നുള്ള ഒരു കണ്ടൻറ്റും കോൺസെപ്റ്റുമാണ് ഇന്ന് സംസാരിക്കുന്നത്, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി സംസാരിക്കുന്നത്. ആൻഡ് 2019 ജൂണിൽ മെറ്റീരിയാലിറ്റി എന്താണ്, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നോക്കാം. സോ അഗ്രിഗേറ്റ് മെറ്റീരിയാലിറ്റി ബിലോ മെറ്റീരിയാലിറ്റി ലെവലാണ് വരുന്നത് എങ്കിൽ then there is nothing to worry, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് കാണില്ല. എഗെയിൻ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈവൺ ഈ എമൗണ്ടിലും വലിയൊരു ഫ്രോഡ് നടന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ വരുന്ന സമയത്ത് അത് മെറ്റീരിയൽ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് എഗെയിൻ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആണ്, വെദർ ടു ടേക്ക് ഓർ നോട്ട്. ഇല്ലാണ്ട് ഇത് പിന്നെ ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെക്കാളും ബിലോ ഉള്ള ഒന്നും എടുക്കാൻ പാടില്ല അങ്ങനെയൊന്നും പറയുന്നില്ല. അത് അവിടെ നമുക്ക് ഓഡിറ്റർക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ ആണോ? സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി ആസ് വെൽ ആസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി. അതുകൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ 2 കോൺസെപ്റ്റുകൾ ഞാനിപ്പോൾ ഈ ഒരു സെഷൻ ആകുമ്പോഴത്തേക്ക് പറഞ്ഞു തന്നു. ഒന്ന് ഗോയിങ് കൺസേൺ ആണ്, മറ്റൊന്ന് മെറ്റീരിയാലിറ്റി അഥവാ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഏരിയ ആണ്. ഓക്കെ ആണോ? സോ ഈ ഒരു 2 കോൺസെപ്റ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ? അതിലെന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.
All good. So I hope you understood like what is materiality or what is going concern. ഈ രണ്ട് കണ്ടൻറ്റും ഹോപ്പ്ഫുള്ളി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കുഞ്ഞു ടോപ്പിക്കാണ്, സാധാരണ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് എടുത്തു പോകുന്ന ഒരു ഏരിയയാണ്. ഒരു റിവിഷൻ എന്നുള്ള ലെവലിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തതാണ് ഒന്ന് എടുത്ത് പറഞ്ഞതെന്നാണ്. ഓക്കെ ആണോ? ഫൈൻ. സോ ഗോയിങ് കൺസേണും പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ഒക്കെ നമുക്ക് ചെറിയൊരളവിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അഗെയിൻ ലൈക്ക് നോട്ട് ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയല്ല. സോ എനിവേ ഞാനൊരു കാര്യം കൂടെ ചെയ്തുതരാം ഇവിടെ തന്നെ. ഓക്കെ, പെർഫോമൻസ് മെറ്റീരിയാലിറ്റീൻ്റെ ഒരു ചെറിയൊരു നോട്ട്സ് ഇവിടെ തന്നെ റൈറ്റ് ചെയ്ത് തരാം. ജസ്റ്റ് സീ ദിസ്. ഓക്കെ, ഐ തിങ്ക് ഹിയർ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, യൂസ് അനദർ കളർ. പെർഫോമൻസ് materiality refers to amount set by auditor at less than materiality level for financial statement as a whole or for a particular assertion at transaction level and at account balance level. One more point we can add here. The aim of performance materiality is to reduce the risk that total of all errors in balances, transactions exceeds overall materiality. Okay, so if you are asked with performance materiality to write, or if you don't have a note with respect to a performance materiality, here is the note. Okay ano? Similarly, if you want like materiality note also, I can give you small statement. I'll give you misstatement is considered material if they individually or aggregate could reasonably be expected to influence economic decisions of users of financial statement. Materiality level for an audit is set by auditor
using his professional judgment. That's it. So you have not on what is materiality, you have not on what is performance materiality. I hope you are getting what is performance materiality also. അപ്പോൾ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റീരിയാലിറ്റീനേക്കാൾ ഒരു 5% അല്ലെങ്കിൽ 10% എമൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഗ്രിഗേറ്റ് എന്തിനേക്കാളും കൂടണം, മെറ്റീരിയാലിറ്റി എമൗണ്ടിനേക്കാളും കൂടണം. അപ്പോൾ പെർഫോമൻസ് മെറ്റീരിയാലിറ്റീൻ്റെ എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ എടുക്കുക, അതിൻ്റെ ടോട്ടൽ എടുക്കുക, അത് മെറ്റീരിയാലിറ്റി ലെവലിനേക്കാളും മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ ഒരു സെഷനിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ഷോ ദിസ് ഇറ്റ് സെൽഫ്. ISA 570 ആണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിന്നെ ഞാൻ ISA 320 ആണ് ക്വിക്ക്ലി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ വിൽ ബി ഗോയിങ് ഫോർ എ 7 minutes break and after that we will be practicing question. Okay, fine.
Okay. So we were discussing ISA 570 and ISA 320. These were the two discussions we have done. So let's do some exam questions. Fine. So I'll take an exam question. Okay, so let's do a question now. You are a member of recently formed internal audit department of Oregano company. The company manufactures tinned fruit and vegetables. It is supplied to large and small food retailers. Management and TCWG of Oregano have concerns about effectiveness of the sales and dispatch system and have asked internal audit to document and review the system. അപ്പോൾ അഗെയിൻ നമ്മൾ ക്ലയൻറ്റിൻ്റെ പേര് കണ്ടെത്തുന്നതാണ്. നമ്മൾ എന്ത് ലൈൻ ഓഫ് ബിസിനസ്സിലാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അവർക്ക് എന്തിലാണ് കൺസേൺ ഉള്ളത്? സെയിൽസ് ആൻഡ് ഡിസ്പാച്ചിലാണ് കൺസേൺ ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്തിട്ട് നമുക്ക് തരാനാണ് പറയുന്നത്. ഫൈൻ. സോ സെയിൽസ് ഓർഡേഴ്സ് ആർ മെയിൻലി പ്ലേസ്ഡ് ത്രൂ ഒർഗാനോസ് വെബ്സൈറ്റ് ബട്ട് സം ആർ മോയ്ഡ് വിയ ടെലിഫോൺ. അപ്പം മെയിൻലി ഇവരുടെ സെയിൽസിൻ്റെ ഓർഡേഴ്സ് വെബ്സൈറ്റിലൂടെയാണ് തരുന്നതെന്ന് പറയുന്നത്. എന്നാൽ ചില കേസിൽ അതെന്തിലൂടെ വരുന്നു? ടെലിഫോണിലൂടെയും ഓർഡേഴ്സ് വരുന്നുണ്ട് പോലും. ഓക്കെ. ഓൺലൈൻ ഓർഡേഴ്സ് ആർ ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് അഗെയിൻസ്റ്റ് ഇൻവെൻറ്ററി റെക്കോർഡ്സ്. ഈ ഓൺലൈൻ ഓർഡർ അവരുടെ ഇൻവെൻറ്ററി റെക്കോർഡുമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് അവൈലബിൾ ആണ് അല്ലേ നോക്കുന്നത്. ടെലിഫോൺ ഓർഡേഴ്സ് ഹൗവർ ആർ ചെക്ക്ഡ് മാനുവലി ബൈ ഓർഡർ ക്ലർക്സ് ആഫ്റ്റർ ദ കോൾ. The follow-up call is usually made to customer if there is insufficient inventory. When taking telephone orders, clerks note down the details on plain paper and afterwards they complete a 3-part pre-print order. These order forms are not sequentially numbered and are sent manually to both dispatch of the accounts department. Okay. So, look at the first paragraph. Go through the first paragraph. Read the first paragraph. Everyone just go. Okay. As the company is expanding, customers are able to place online order which will exceed their agreed credit limit by 10%. So as the company is expanding, customers are able to order online orders which will exceed their agreed credit limit by 10%. Online orders are automatically forwarded to dispatch and accounts department. Okay. A daily pick list is printed by dispatch department and this is used by where? To dispatch goods. The goods are accompanied by a dispatch note and all customers are required to sign a copy of this. On return, the signed dispatch notes are given to warehouse team to file. The sales quantities are entered from the dispatch notes and authorized sales price are generated by invoicing system. If a discount has been given, it has to be manually entered by the sales clerk onto the invoice. അപ്പോൾ സി ഈ മാനുവലി നമ്മൾ എൻ്റർ ചെയ്യണമെന്നെല്ലാം പറയുന്നത് it can lead to some errors and all. Anyway, due to the expansion of the company, there is a large number of sales invoice. Extra discount staff have been asked to help out temporarily with sales invoice. Normally, it is only 2 sales clerk who produce the sales invoice. Okay. So, there, like I have just given the scenarios. നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് നറേറ്റീവ് റെക്കോർഡ്, അതുപോലെ internal control questionnaire flow chart. So this question was asking to look to us into this method. Say direct question ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് നറേറ്റീവ് റെക്കോർഡ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യനെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ ആയിക്കോട്ടെ, നറേറ്റീവിൻ്റെ ഒക്കെ കേസിൽ അവരതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഡയറക്റ്റ്ലി ചോദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്.
സി അപ്പോൾ നറേറ്റീവ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ എന്താണ് നറേറ്റീവ് റെക്കോർഡ്? നറേറ്റീവ് നോട്ട്സ് കൺസിസ്റ്റ് ഓഫ് എ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റം. They would detail what occurs in the system at each stage and would include any control which operates at each stage. Advantage എന്താണ്? They are simple to record after discussion with staff members of the Oregano. These discussions are easily written up as notes. They can facilitate understanding by all members of the internal audit team, especially more junior members who might find alternative methods too complex. അപ്പോൾ ഒരു ജൂനിയർ മെമ്പറിനൊക്കെ സംബന്ധിച്ചോളം ഈ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാനും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? Narrative notes may prove to be cumbersome, especially if sales and distribution system is complex. This method can make it more difficult to identify missing internal controls as note record and the detail but do not identify control exceptions clearly. സോ സി ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നറേറ്റീവ് റെക്കോർഡ് എന്താണെന്നും അല്ലെങ്കിൽ നറേറ്റീവ് റെക്കോർഡ് ഈ ഒരു സിനാരിയോയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു പോസിറ്റീവ്, എന്താണ് ഒരു നെഗറ്റീവ് എന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ് ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് നറേറ്റീവ് റെക്കോർഡ്സ് യൂസ് ചെയ്യാം, ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യാം, ക്വസ്റ്റ്യനെയറും യൂസ് ചെയ്യാം. അപ്പോൾ ഈ നറേറ്റീവ് റെക്കോർഡ്സിൻ്റെ അകത്ത് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, അതിൻ്റേതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നോട്ട് ചെയ്തതാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിനുശേഷം ക്വസ്റ്റ്യനെയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ട് വിച്ച് വി കോൾഡ് ആസ് ICQ. ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനെയർ ഉണ്ട് ICEQ. ഞാൻ പറഞ്ഞത് ഓർക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനെയറിൻ്റെ അകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യെസ് നോ എന്ന് മാത്രമല്ല പറയാം, എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനേഴ്സ് ICQ or internal control evaluation questionnaire is a list of questions. ICQs are used to assess whether controls exist, whereas ICEQs test the effectiveness of controls. So questionnaires are quick to prepare, which means they are a timely method for recording the system. They ensure that all controls present within the system are considered and recorded. Hence missing controls or deficiencies are clearly highlighted by the internal audit team. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും when it is ICQ or ICEQ. It can be easy for staff members of Oregano to overstate the level of controls present as they are asked a series of questions relating to potential control. Standard list of questions miss out unusual controls of Oregano. അപ്പോൾ അവിടെ അഗെയിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളത് ചോദിക്കുന്ന സമയത്ത് യെസ് എന്ന് കൊടുക്കാം ഈവൺ ദോ ഇറ്റ് ഈസ് നോ. അപ്പം നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആൻസറിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ മാനേജ്മെൻറ്റിന് പറ്റും എന്നുള്ളതാണ് വൺ ഓഫ് ദി ചാലഞ്ച്. അപ്പം നിങ്ങളങ്ങനെ ഒരു എഡിറ്റോ കാര്യങ്ങളോ ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് കണക്കാക്കാം. ഇനി ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലോ ചാർട്ട്സ് ആർ എ ഗ്രാഫിക് ഇലസ്ട്രേഷൻ ഓഫ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഫോർ ദ സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റം. It is easy to view the sales system in its entirety as it is present all together in one diagram. Due to the use of standard symbols for control, they are easy to spot as are any missing controls. And they are sometimes difficult to amend as the amendments may require whole flowchart to be redrawn. അപ്പോൾ ഒരു അമെൻമെൻറ്റിനൊക്കെ അത് ഡിഫിക്കൽട്ടാണ്, മൊത്തം ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ്ലി റീഡ്രോ ചെയ്യുന്ന സിറ്റുവേഷനിൽ വന്നേക്കാം. There is still the need for narrative notes to accompany the flowchart and hence it can be a time consuming method. Even though നമ്മൾ ഫ്ലോ ചാർട്ടിന് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അഡീഷണലി നിങ്ങൾ ആ ഒരു നറേറ്റീവ് റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇതിൽ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളെടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെ ടൂൾസാണ് ഇൻറ്റേർണൽ കൺട്രോൾസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആൻസർ കൊടുക്കാം. ആ ടൂൾസിന് എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ യു ആർ എക്സ്പെക്റ്റഡ് ടു റൈറ്റ് ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ദിസ് ടൂൾസ്. ഓക്കെ ആണോ? ഐ വാണ്ട് സ്റ്റുഡൻസ് ടു ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റൈലാണ്. ജസ്റ്റ് ഗോ ത്രൂ, ടേക്ക് യുവർ ടൈം.
Okay, so I'm giving you time to read the positives and negatives. പക്ക ഡൺ. നൗ നമുക്ക് ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ ഡെഫിഷ്യൻസിക്ക് നമ്മൾ ഒരു എന്ത് റെക്കമെൻഡേഷൻസ് കൊടുക്കാം എന്നും കൂടെ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഡെഫിഷ്യൻസി ആൻഡ് കൺട്രോൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഇൻവെൻട്രി അവൈലബിലിറ്റി ഫോർ ടെലിഫോൺ ഓർഡർ ഈസ് നോട്ട് ചെക്ക്ഡ് അറ്റ് ദ ടൈം ഓർഡർ ഈസ് പ്ലേസ്ഡ്. ദ ഓർഡർ ക്ലർക്സ് മാനുവലി ചെക്ക് അവൈലബിലിറ്റി ലേറ്റർ ആൻഡ് ഓൺലി ദെൻ ഇൻഫോം കസ്റ്റമേഴ്സ് ഇഫ് ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് ഇൻവെൻട്രി അവൈലബിൾ. അതായത് ഓൺലൈനായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ അന്നേരം തന്നെ ക്രോസ് ചെക്കിങ് നടക്കുകയും ആൻഡ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഇൻഫോംഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ടെലിഫോണിലാണ് ഈ ഒരു ഓർഡർ അവർ ചോദിക്കുന്നതെങ്കിൽ അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മളത് ഡെലിവറി ചെയ്യാം, ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെച്ചതിന് ശേഷം എന്നിട്ടാണ് നിങ്ങൾ അവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് സം കൺഫ്യൂഷൻ, ദാറ്റ് ഈസ് മേക്കിംഗ് സം ഇൻഎഫിഷ്യൻസി. So there is the risk that where goods are not available, order clerks could forget the contact the customers, leading to unfulfilled orders. This could lead to customer dissatisfaction and would impact Oregano's reputation. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ ടെലിഫോണിൽ ഓർഡർ ചെയ്ത് കിടന്ന ആൾ ഓക്കെ ഒരാൾക്ക് ഓർഡർ വന്ന് അയാൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഇൻവെൻട്രി ഇല്ല. അപ്പോൾ ഓർഡർ കിട്ടി എന്നാൽ ഇൻവെൻട്രി ഇല്ല, അങ്ങനൊരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഓക്കെ ഇവിടെ ഓർഡർ നിങ്ങൾ തന്നിരുന്നു പക്ഷെ അതില്ലായിരുന്നു എന്ന് ഒന്ന് ഇൻഫോം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ അതും നിങ്ങളുടെ റെപ്യൂട്ടേഷനെ മോശമായിട്ട് ബാധിക്കും. ഇതാണ് ഫസ്റ്റ് ഡെഫിഷ്യൻസി സ്പീക്കിംഗ്. സെറ്റാണോ? ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഐ വാണ്ട് യു ടു സിൻസിയർലി ഗോ ത്രൂ ദിസ് പോയിന്റ്. Okay, when telephone orders are placed, order clerk should check inventory system while customers is on phone. They can then give an accurate assessment of the availability of goods and there is no risk for forgetting to inform customers. അപ്പം നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ആ ഫോണിലുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള അവൈലബിൾ ആണോ ഗുഡ്സ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ ഇത് സ്റ്റോക്ക് ഔട്ടാണ് അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്, ഞങ്ങൾ ഏറ്റവും റീസണബിൾ ടൈമിൽ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരാം എന്നൊരു പറയുകയാണെങ്കിൽ നമ്മളത് പിന്നീട് അവരെ ഇൻഫോം ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. സോ ദിസ് ഈസ് വൺ ഡെഫിഷ്യൻസി, അനദർ റെക്കമെൻഡേഷൻ ഫോർ ദാറ്റ്. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. ജസ്റ്റ് ഗോ ത്രൂ ദ റെക്കമെൻഡേഷൻ ഒന്ന് ഗോ ത്രൂ. ഓക്കെ, സോ സെക്കൻഡ് ഡെഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ടെലിഫോൺ ഓർഡേഴ്സ് ആർ നോട്ട് റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദ 3-part pre-printed order forms. These are completed after telephone call. There is a risk that incorrect or insufficient details may be recorded by the clerk and this could result in incorrect orders being dispatched
or orders failing to dispatch at all, resulting in loss of customer. Again, നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് റെക്കോർഡ് ചെയ്യാനും അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതും നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. സോ വാട്ട് ഈസ് എ സൊല്യൂഷൻ? All telephone orders should be recorded immediately on the 3-part pre-printed order forms. The clerk should also double check all the details with the customer over the telephone to ensure accuracy of the order recorded. Okay. Next one, telephone orders are not sequentially numbered. See, നമ്മളത് ഏത് ഓർഡറിലാണ് നമുക്ക് വന്നത്, അതായത് നമ്മൾ ലാസ്റ്റ് വിളിച്ച ആൾക്കാർക്കായി നമ്മൾ ആദ്യം കൊടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുറേ മുന്നേ നമുക്കൊരു ഓർഡർ തന്നൊക്കെ നമ്മൾ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, വരാതിരിക്കാൻ വേണ്ടി നോക്കണം. സോ ടെലിഫോൺ ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. ദെർഫോർ if orders are misplaced while in transit to the dispatch department, these orders will not be fulfilled, resulting in dissatisfied customers. സോ നമ്മൾ സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുള്ളത് പ്രോബ്ലം ആയിരിക്കും. കാരണം പിന്നെ ഓർഡർ പ്ലേസിങ്ങിലെല്ലാം പ്രശ്നം വന്നിരിക്കുക. സോ ഹൗ യു ക്യാൻ സോൾവ് ഇറ്റ്? 3-part pre-printed orders forms should be sequentially numbered on a regular basis. The dispatch department should run a sequence check of orders received. Where there are gaps in sequence, they should be investigated to identify any missing orders. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഓർഡേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ആർ ഏബിൾ ടു പ്ലേസ് ഓൺലൈൻ ഓർഡേഴ്സ് വിച്ച് വിൽ എക്സീഡ് ദർ അഗ്രീഡ് ക്രെഡിറ്റ് ലിമിറ്റ് ബൈ 10%. ദിസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് അക്സെപ്റ്റിംഗ് ഓർഡർ ഫ്രം ബാഡ് ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് നിങ്ങൾ കൂടുതൽ ക്രെഡിറ്റ് പീരീഡും ടൈമെല്ലാം കൊടുക്കുന്നേരോ അത് ബാഡ് ഡെപ്റ്റായി മാറാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിങ് അല്ലാത്ത അല്ലെങ്കിൽ മുടക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാൾക്കാണോ ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് ലിമിറ്റ് ഷുഡ് ബി റിവ്യൂഡ് മോർ റെഗുലർലി ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ആൻഡ് ഷുഡ് റിഫ്ലക്ട് ദ കറണ്ട് സ്പെൻഡിങ് പാറ്റേൺ ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ കറണ്ട് സ്പെൻഡിങ് ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. ഇഫ് സം കസ്റ്റമേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ദ പർച്ചേസ് ആൻഡ് ആർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ഓൺ ടൈം, ദെൻ ദീസ് കസ്റ്റമർ ക്രെഡിറ്റ് ലിമിറ്റ്സ് കുഡ് ബി ഇൻക്രീസ്. ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ കൃത്യമായിട്ട് റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അയാൾക്കൊരു ബെനിഫിറ്റ് കൊടുത്തപ്പോൾ അത് അയാൾ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കാം? യു ക്യാൻ ഗിവ് എക്സ്ട്രാ ക്രെഡിറ്റ് പീരീഡ്. അതേസമയത്ത് ഇത് എക്സ്ട്രാ ക്രെഡിറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് ആൻഡ് അത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. കാരണം അത് എന്തിലേക്ക് മാറിയേക്കാം, ഒരു ബാഡ് ഡെപ്റ്റായിട്ട് കൺവേർട്ട് ആയേക്കാം. ദ ഓൺലൈൻ ഓർഡറിംഗ് സിസ്റ്റം ഷുഡ് ബി അമെൻഡഡ് ടു നോട്ട് അലൗ എനി ഓർഡേഴ്സ് ടു ബി പ്രോസസ്ഡ് വിച്ച് വിൽ എക്സീഡ് കസ്റ്റമർ ക്രെഡിറ്റ് ലിമിറ്റ്. അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കണ്ട എന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് തരുന്ന, റീപേയ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് തരുന്ന ഒരാളെ നമ്മൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ആണോ? സോ ദിസ് ഈസ് വാട്ട്. Additional staff have been drafted in to help the 2 sales clerks produce the trial invoice. As extra staff will not be as experienced as sales clerk, there is an increased risk of mistakes being made in sales invoice. This could result in customers being under or overcharged. Only the sale clerk should be able to raise sales invoice. As Oregano is expanding, consideration should be given to recruiting and training more permanent sales clerk who can produce sales invoices. ഓക്കെ ആണോ? അപ്പോൾ നമ്മളൊരു സ്റ്റാഫിന് എടുക്കുന്ന സമയത്ത് അയാൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ അഗൈൻ അയാൾ മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് നമ്മൾ ആ ഒരു വർക്ക് അറിയുന്ന ഒരാളെ വേണം, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ട്രെയിനിങ് എങ്കിലും കൊടുത്തിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു വർക്കിന് ഒരാളെ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങും ചെയ്ത് പെർമനൻ്റ് ആയിട്ടുള്ള ക്ലർക്കിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർക്കിന് എടുക്കണം. ദിസ് ഈസ് ഹൗ ദിസ് ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ ദാറ്റ് ഡെഫിഷ്യൻസി വർക്ക്സ്. സോ അഗെയിൻ ഫോർ ദിസ് ടൈപ്പ് ഓഫ് എക്സാം you should master this type of questions. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം, ഹൈലി എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ISA 320 ഡിസ്കസ് ചെയ്തു, ISA 570 ഡിസ്കസ് ചെയ്തു,
നറേറ്റീവ് റെക്കോർഡ്, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ, ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനെയർ പോലെയുള്ള കൺട്രോൾ റെക്കമെൻഡേഷൻ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് നോക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡെഫിഷ്യൻസി ആൻഡ് കൺട്രോൾ റെക്കമെൻഡേഷൻസ് ആണ് നോക്കിയിരിക്കുന്നത്. We will practice one more question. Just go through this. Go through this. Just go through this, and I would recommend you to practice as much as questions possible in this type of areas, because ഇങ്ങനെ ഡെഫിഷ്യൻസി അതുപോലെ അതിൻ്റെ റെക്കമെൻഡേഷന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിലെ കോർ ഏരിയയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഓൾ ഗുഡ്, ഫൈൻ. വി വിൽ പ്രാക്ടീസ് വൺ മോർ. ലെറ്റ് മീ ഓപ്പൺ. Okay, this is a very simple question, but let's have a revision on this, even though this is a simple question. So this is a Darjeeling question. Many of you would be aware, many may not be. Anyway, during the year, Darjeeling company has spent 0.9 million USD, which is included in intangible asset, on development of new product line, some of which are in early stages of development cycle. Additionally, as the company is looking to expand production during the year, it purchased and installed a new manufacturing line. So idupole, okay, just I'm not taken this because നമ്മൾ ഫുള്ള് ഇത് നോക്കാനല്ല, പ്രീവിയസ് ലെക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ദ ഓൺലി പോയിന്റ് ഹിയർ ഈസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഈ റിസ്ക് ആൻഡ് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ സെഷനിലും ചെയ്തതാണ്, മുന്നുള്ള മാരത്തോണിലും ചെയ്തതാണ്. ഇത് ഈ റിസ്ക് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിന് obviously give importance and be masters in this. Okay, so ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് identify and try to do this on a proper basis. Like just ഇങ്ങനെ ഒരു റിസ്ക്കും അതിൻ്റെ റെസ്പോൺസും മാത്രം നോക്കുന്നതിനേക്കാൾ ഉപരി ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്കിവിടെ റിസ്ക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് റെസ്പോൺസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആൻസർ ഷീറ്റുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ് ടു ഡു. ഓക്കെ ആണോ? സോ ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസിൽ ഞാൻ കൂടുതൽ ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സ്റ്റിൽ ഇഫ് യു ഫീൽ ലൈക്ക് ഐ ഹാവ് ടു ഡിസ്കസ് ഇറ്റ്, ഐ ക്യാൻ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, മേ ബി ഒരു ക്വിക്ക്ലി വി ക്യാൻ ഗോ ത്രൂ ദിസ്. ഓക്കെ, വളരെ പോപ്പുലറായ ഒരു ക്വസ്റ്റ്യൻ ആണ്. വൺ സെക്കൻഡ്. Okay, so നോക്കാം. During the year, Darjeeling company has spent 19.9 million USD, which is included in intangible asset, on development of a new product line, some of which are in early stages of development cycle. Additionally, as the company is looking to expand production during the year, it purchased and installed a new manufacturing line. All costs incurred in purchase and installation of that asset have been included within property, plant and equipment. These capitalized costs include purchase of 2.2 million, installation cost of 0.4 million, 5-year servicing maintenance plan costing 0.5 million USD. In order to finance the development project and new manufacturing line, company borrowed USD 4 million from bank, which is to be prepaid in installments over 8 years.
at an interest rate of 5. Developing new products and expanding production is important as the company intends to undertake a stock exchange listing in next 12 months. Again, stock exchange ലിസ്റ്റിങ്ങിലേക്ക് കമ്പനി പോകാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പനി പ്രോഫിറ്റിനെ ഓവർസ്റ്റേറ്റ് ചെയ്യാനല്ല ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കമ്പനി അവിടെ എന്തെങ്കിലും ഒരു വിൻഡോ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുക. So the company started a number of initiatives during the year in order to boost revenue. It offered extended credit terms to its customers on the condition that sales order quantities are increase. ഇതൊക്കെ നല്ലത് തന്നെ. നിങ്ങളൊരു ഒരു ക്രെഡിറ്റൊക്കെ കുറച്ച് കൊടുത്തിട്ട് നിങ്ങളെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ സെയിൽസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് നിങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിലും എന്ത് സംഭവിച്ചേക്കാം, ഒരു മിസ്യൂസ് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബാഡ് അപ്പ് ടൈം മാറുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായേക്കാം. അത് ശ്രദ്ധിക്കണം. In addition, Darjeeling company made an announcement in October 7 of its price promise that it would match price of any competitor for similar products. Customers who are able to prove they could purchase the products cheaper elsewhere are asked to claim difference from Darjeeling within 1 month from website. Company intends to include refund liability of 0.25 million, which is based on a monthly level claims. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീറ്റർ സെയിം പ്രൊഡക്ട്സ് അത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും കുറവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ കൊടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് എന്ത് ഇൻക്രീസ് ചെയ്യും, നമ്മളുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യാൻ വേണ്ടി എന്താവണം, ഒരു എക്സ്ട്രാ റീഫണ്ട് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. So Finance Director informed Audit Manager that a problem arose in June 2008 in relation to mixing of material within production process for one particular product line. Number of these faulty paint products has already been solved and the issue was identified following number of complaints from customers about the paint consistency being incorrect. As a precaution, further sales are stopped and product is recalled. Management is considering whether the issue can be resolved. So this is a very basic Darjeeling question in Audit Risk and Response. നോക്കിയേ, ഇതിൻ്റെ ഒരു റിസ്കിൽ എന്താ വരുന്നത്. റിസ്കിൽ Darjeeling company has spent 0.9 million which is included in intangible asset on development of a new product. There is a risk that $0.9 million includes research cost for the new product which should not be capitalized rather than expenses out. If that is the case, it's expensed out in the other. Intangible assets are overstated and expenses are understated. അപ്പോൾ നമ്മൾ അത്രയും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണോ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. And auditor should review the breakdown of $0.9 million to confirm if there is any cost incurred on the research which should be expressed out. Fine. അതുപോലെ all cost incurred in purchase and installation of the asset have been included within property, plant and equipment. Cost which should be included in PP is directly attributable cost of bringing the asset in present location and condition. Only purchase cost and installation cost is permissible to be capitalized. So 0.5 million നമ്മൾ ആഡ് ചെയ്തത് പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് പ്രോപ്പർ അല്ലെങ്കിൽ discuss with the management, write accounting policy for capitalizing PPE, mentioning that service and maintenance cost is not permissible. Again, FR application. നിങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ റെഡി ടു യൂസ് ആക്കുന്നത് വരെ അല്ലെങ്കിൽ പുട്ട് യൂസ് ആക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ കോസ്റ്റിലേക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിന് ശേഷം വരുന്നതൊക്കെ നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുവരണം, എക്സ്പെൻസിലേക്ക് കൊണ്ടുവരണം. ഇനി കമ്പനി borrowed 4 million from bank which is to be repaid in installment of 8 years. Long-term short should be split into current and long-current liability. If entire loan of 4 million is classified as non-current liability, it will result in overstatement of non-current liability and understatement of current liability. അപ്പോൾ നമുക്കൊരു current liability portion ഉണ്ടാവും, non-current liability portion ഉണ്ടാവും. അതിനെ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ റിവ്യൂ ദ breakup of current liability to confirm that current portion of the long term is classified as current liability. അപ്പോൾ നമ്മൾ ഒരു ലോങ് ടേം എടുക്കുന്ന സമയത്ത് അതിൽ ലോങ് ടേം പോർഷനും ഉണ്ടോ ഷോർട്ട് ടേം പോർഷനും ഉണ്ടോ അത് കൃത്യമായിട്ട് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇതൊക്കെയാണ് കേട്ടോ FSൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന പോർഷൻ. സോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ദ കമ്പനി ഇൻറ്റൻസ് ടു undertake a stock exchange listing in next 12 months. There is a probability for misstatements in FS. Auditing need to exercise greater due care in the conduct of current year audit, increase in sample size to ensure risk of material mistake is mitigated. കാരണം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരാൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾ കൂടുതൽ
ഇഷ്യൂ പിന്നെ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ, പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാൻ, അസറ്റിനെ കൂട്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ വിൻഡോ ഡ്രസ്സിംഗ് ഒക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. കമ്പനി ഇൻറ്റൻസ് ടു റീഫണ്ട് അഡീഷണൽ പ്രൈസ് ഫോർ വിച്ച് റീഫണ്ട് ലയബിലിറ്റി ഓഫ് 0.25 million is determined. അപ്പോൾ നിങ്ങൾ റീഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് എക്സ്ട്രാ നമ്മൾ കാണുന്നു എന്നാണ് പറയുന്നത്. റിവ്യൂ ദ ബേസിസ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഇൻ കാൽക്കുലേറ്റിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ റീഫണ്ട് ലയബിലിറ്റി ആൻഡ് കൺഫേം ഇറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ലയബിലിറ്റി ആണോ വെക്കുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് തന്നെയാണ് നമ്മൾ നോക്കണം. കമ്പനി ഇൻറ്റൻസ് ടു ഓഫർ എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ടേംസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആസ് പാർട്ട് ഓഫ് ഇൻക്രീസ്ഡ് സെയിൽ. ഇഫ് പ്രോപ്പർ പ്രൊവിഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് റെസീവബിൾ ക്യാൻ ബി ഓവർസ്റ്റേ. അപ്പോൾ കമ്പനി ഇൻറ്റൻസ് ടു ഓഫർ എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ടേംസ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ടേംസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അവിടെയുള്ള റിസ്ക് എന്താണ്? അതെങ്ങാനും ബാഡ് ഡെപ്റ്റ് ആയി മാറിപ്പോകുന്നുള്ളതാണ്. So review the allowance for bad debt recognized this year by inspecting working of management, ensure any rise in allowance over the years. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രെഡിറ്റ് ടേംസ് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പുറം നമ്മൾ ബാഡ് ഡെപ്റ്റിൻ്റെ അലവൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം, അതും റീചെക്ക് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, റീഫണ്ട് ലയബിലിറ്റി ഷുഡ് ഇനീഷ്യലി ബി റിക്കഗ്നൈസ്ഡ് ആസ് ലയബിലിറ്റി ഫോർ 1 month period, after which liability should be reversed and recognized as income. There is a risk that liability recognized as income too early, which could overstate income and understate liability. Review the accounting policy for refund liability adopted by management, or review the refund liability recognized at year end to confirm it is indeed recorded as liability. So that's it. So നമ്മൾ പിന്നെ ഒരു മാസം നോക്കിയിട്ടേ നമ്മൾ എത്രയാണോ നമ്മൾ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് അതിനേക്കാളും കുറവാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ പിന്നെ എന്ത് ചെയ്യണം, റീകാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. സോ ഇത്രയൊക്കെയാണ് ഇതിലെ റിസ്ക്കും റെസ്പോൺസും. റിസ്ക്കും റെസ്പോൺസും നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ within the available short time, you know, you all are preparing well enough. SA 320 ഡിസ്കസ് ചെയ്തു, SA 570 ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ നറേറ്റീവ് റെക്കോർഡ്, ICQ, ICEQ, ഫ്ലോ ചാർട്ട്, പിന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ ഡെഫിഷ്യൻസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻസ്, ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ്, ഇതാണ് ഡേ 3 ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ ആണോ? സോ ഈ ഒരു ടൈം പീരീഡിൽ പോസിബിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് തന്നത്. ക്വിക്ക്ലി let me tell you, or let me show you one more thing which we discussed on the first day. Okay, so hard to believe that it is the 3rd day. Yeah, so time flies guys. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സോ ഓക്കെ, സോ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ഡിസ്കഷൻ്റെ അകത്ത് പറഞ്ഞ കാര്യമാണ്. ഈ 8 ആർട്ടിക്കിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഒന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അകത്ത് കൊണ്ടുവരണം. ലോ ആൻഡ് റെഗുലേഷൻ, റിസ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻറ്റിറ്റി, ഓഡിറ്റ് റിസ്ക്, ഓഡിറ്റ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഓഫ് വേജസ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഗോയിങ് കൺസേൺ, സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്. ഈ 8 ടെക്നിക്കൽ ആർട്ടിക്കിൾസും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇതിലെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നോക്കാം. സെക്ഷൻ ബിക്ക് 70% മാർക്ക് വരുന്നതുകൊണ്ട് തന്നെ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. മാക്സിമൈസ് ചെയ്യുക നമ്മളുടെ ആൻസേഴ്സ് അല്ലെ മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ ഉള്ള പ്രോബബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നിങ്ങളൊരു ക്വസ്റ്റ്യന് കൊടുത്തു കഴിഞ്ഞ് അതിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവുക. മേ ബി അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച് റീവേഴ്സ് ചെയ്യാമില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറേ സമയം ഇട്ടാൽ മാക്സിമം നിങ്ങൾക്ക് 16 കിട്ടത്തുള്ളൂ. അതിന് പകരം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇൻക്രീസ് ദ അവൈലബിൾ ക്വസ്റ്റ്യൻ വിച്ച് യു ക്യാൻ ബി അറ്റൻഡിങ്. ഒരു സമയം കൊടുക്കുക, റീസണബിൾ ടൈം കൊടുക്കുക. അതിനുശേഷമുള്ള സമയം നിങ്ങളത് മാറ്റി അടുത്തതിലേക്ക് തന്നെ പോകണം. ഓക്കെ ആണോ? ഫൈൻ.
ഈ കോർ ടോപ്പിക്സ് എന്നെ പറ്റുന്ന പോലെ ഞാൻ ഈ മാരത്തോണിൽ ഞാനത് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ്, വീക്ക്നെസ്, അതിനുള്ള റെക്കമെൻഡേഷൻസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ സബ്സ്റ്റാൻറ്റീവ്, ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ആൻഡ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ ഈ മാരത്തോണിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങളൊന്നും കൂടെ ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ ഗ്രാഫിക്കലി പറഞ്ഞത്. ഈ ഒരു ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞായിരുന്നു. And see, these are going to be the important knowledge based question for June 25 attempt. See, significant deficiency എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് ഡെഫിഷ്യൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, 5 കോമ്പണൻസ്, അതുപോലെ തന്നെ ഔട്ട് എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ പർപ്പസ്, ISA 250 ന്യൂ എൻഗേജ്മെൻറ്റ് ലെറ്റർ എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്, ആൻഡ് ISA 200 is a very important question. See, I want to conclude by telling few things. Sincerity is more important than seniority. So be sincere. Values are more important than valuables. നിങ്ങൾ ഈ കാണുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള കുറേ അസറ്റ്സ് നമുക്ക് പല മെത്തേഡിലൂടെയും അസറ്റ്സ് ഉണ്ടാക്കാം, വാല്യുബിൾസ് ഉണ്ടാക്കാം. ബട്ട് മേക്ക് വാല്യൂ, ഗിവ് ഇമ്പോർട്ടൻസ് ടു വാല്യൂ. മൈൻഡ് സെറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മാർക്ക്. അപ്പോൾ സാറ് മാർക്ക് വേണം, ബട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് വിന്നിങ് മൈൻഡ് സെറ്റ് ആക്കുക, സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ആക്കുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്കുക. എന്നാലും നിങ്ങൾക്ക് മാർക്സ് നിങ്ങളെ ഫോളോ ചെയ്യും. എഫേർട്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിസൾട്ട്സ് ആസ് ഓഫ് നൗ. നമുക്ക് റിസൾട്ട്സ് വേണം, പക്ഷേ നിങ്ങളിപ്പോൾ എഫേർട്ട് ഇട്. റിസൾട്ട് എന്താവും നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം എഫേർട്ട് ഇട്. എൻ്റെ റിസൾട്ട് എന്താവും, ഞാൻ കിട്ടുമോ, യെസ് ഞാൻ പാസ്സാവുമോ, അങ്ങനെ റിസൾട്ടിനെ പറ്റി അധികം ഇപ്പം ബോധഡാവല്ല. എഫേർട്ട് ഇട്, റിസൾട്ട് വരും. ലോയാലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റോയാലിറ്റി. അത് ചുമ്മാ ഒരു തഗ്ഗിനിട്ടതാണ്. പ്രോപ്പർ വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രീപ്പർ വർക്ക്. നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, നിങ്ങൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. ജസ്റ്റ് ഈ ഭാഗത്തുള്ള വാല്യൂസ് നിങ്ങൾ നോക്ക്. സിൻസിയറായിട്ട് വർക്ക് ചെയ്യും, വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മൈൻഡ് സെറ്റ് പ്രോപ്പറാക്കുക, നിങ്ങളോട് തന്നെ ലോയലാവുക, നല്ലോണം എഫേർട്ടഡ് ആൻഡ് പ്രോപ്പർ വർക്കഡ്. യു വിൽ ഡെഫിനറ്റ്ലി ക്ലിയർ ഓർ പാസ് AA പേപ്പർ. നമ്മളൊരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു പുലർച്ചെ ഒരു സമയത്ത് നമ്മളെ AA റിസൾട്ട് വരും. അന്ന് നിങ്ങൾ എല്ലാവരും പാസ്സായിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള സിൻസിയറായിട്ടുള്ള എഫേർട്ട് നിങ്ങളിടുന്നുണ്ട്, നമ്മളിട്ടിട്ടുണ്ട്. ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജീസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ സിൻസിയറായിട്ട് നല്ലൊരു പ്രോപ്പർ ഒരു വിന്നിങ് മൈൻഡ് സെറ്റോടു കൂടി നല്ലോണം ലോയലായി നിങ്ങളുടെ തന്നെ ഒരു സത്യസന്ധമായ രീതിയിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ വേണ്ടി പറ്റും. ഇത് പാസ്സാകാൻ പറ്റാത്തൊരു പേപ്പറൊന്നുമല്ല, ഇത് പാസ്സാകാൻ പറ്റും, നല്ല സ്കോറിൽ പാസ്സാകാൻ വേണ്ടി പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ലാസ്റ്റ് 3 ദിവസത്തെയും മാരത്തോൺ സെഷൻസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതിന് മുന്നേ ഉള്ള സെഷനിലും നമ്മൾ ഇട്ടിരിക്കുന്ന മാരത്തോൺ സെഷൻസ് ഉണ്ട്, ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ തരാൻ പറ്റുവാണെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും. എനിവേ, ഫോർ ദ ടൈം ബീങ് സൈനിങ് ഓഫ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് പ്രയേഴ്സ്. ആൻഡ് നിങ്ങൾ പാസ്സായാൽ നമുക്ക് മെസ്സേജ് അയക്ക് പാസ്സായിട്ടുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും രീതിയിൽ നമ്മളെ ക്ലാസ്സോ നോട്ടോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് അഗെയിൻ. ആൻഡ് നിങ്ങൾ പാസ്സായി എന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ബെസ്റ്റ് വിഷസും പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. See you.